അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്വാറന്റൈൻ ടൈം ഈ വണ്ടിയും കൊണ്ട് എവിടെ കിടന്ന് കറങ്ങുന്നതെന്ന്. എവിടെയും പോയിട്ടില്ല, നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ ആ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 റൗണ്ട് ഓടിക്കുമായിരുന്നു. കുറേ നാളായില്ലേ വണ്ടിയൊക്കെ ഓടിച്ചിട്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബൈക്കിൻ്റെ സൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകണം. അത് നമ്മൾ സൈലൻസറിലൊന്നും ഒരു മാറ്റവും വരുന്നില്ല. നമ്മൾ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് പവർ ഫിൽറ്റർ കയറ്റിക്കൊണ്ട് ബൈക്കിൻ്റെ സൗണ്ട് ഒന്ന് ചെറിയൊരു ഡിഫറൻസ് ബൈക്കിൻ്റെ സൗണ്ടിൽ വരുത്തുവാണ്. അപ്പോൾ നിങ്ങൾ സൗണ്ട് കേട്ടാണ് ഞാനൊരു വീഡിയോ ഫ്രണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല സാധാ ഓർഡിനറി സ്പ്ലെൻഡറിൻ്റെ സൗണ്ടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സൗണ്ടാണ് നമുക്കിപ്പോൾ ആ പവർ ഫിൽറ്റർ കയറ്റാൻ നേരം കിട്ടുന്നത്. അതേപോലെ നമ്മൾ കൈ കൊടുക്കാൻ നേരം ആക്സിലേറ്റർ കൊടുക്കാൻ നേരം ഒരു പ്രത്യേക സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നേരെ പോയി വീഡിയോ കണ്ടിട്ടു. അതിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ വണ്ടി പ്രേമികൾക്ക്, നിങ്ങൾ വണ്ടിയെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ ഒന്ന് വീഡിയോ കണ്ടിട്ടോ. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ബോക്സ് എന്ന് പറയുന്നത് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ കവർ ഊരിയാൽ മാത്രമേ നമുക്ക് ഫിൽറ്റർ ബോക്സ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ നൈസായിട്ട് കവറൊന്ന് ഊരി മാറ്റാം. ഇതാണ് നമ്മുടെ വണ്ടിയിലെ എയർ ഫിൽറ്റർ ബോക്സ്. ഞാൻ കവർ ചെയ്യാൻ നേരത്തെ ഊരി മാറ്റിയായിരുന്നു. ഇതിന് പുറത്തൊരു കവർ ഇടുന്നത്, അത് ഞാൻ നേരത്തെ ഊരി മാറ്റിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫിൽറ്റർ തന്നെയാണ്. ഏകദേശം ഒരു 350 രൂപ വില വരുന്നുണ്ട് മാർക്കറ്റിൽ ഈ സാധനത്തിന്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ലോക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ആ ഇതിൽ വെച്ച് ടൈറ്റ് ചെയ്യാനുള്ള സാധനമാണത്. അപ്പോൾ ഇതിലും വഴിയാണ് എയർ നമുക്ക് എഞ്ചിൻ്റെ അകത്തേക്ക് പോകുന്നത്. ഇതിലും വഴിയാണ് ഫിൽറ്റർ ചെയ്ത് എയർ അകത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു കണക്ടർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നൊരു ഇവിടെ കിടന്നൊരു പഴയ പൈപ്പ് ഞാൻ മുറിച്ച് ഇതേപോലെ ആക്കിയെടുത്തതാണ്. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഈ ഹോളിൽ നമുക്കത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് അതുകൊണ്ടേ മാത്രമേ നമ്മുടെ എയർ ഫിൽറ്റർ ഈ ഹോളുമായിട്ട് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മുടെ എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ആ കണക്ടർ ഒന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ആ കണക്ടർ എന്താണ് ഉപയോഗമെന്ന്. ആ കണക്ടർ നമുക്ക് ആദ്യം ഈ ഹോളിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് അനക്കമില്ലാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് നമുക്ക് വെക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്താണ് നമ്മുടെ എയർ ഫിൽറ്റർ വെച്ച് ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്യാം എയർ ഫിൽറ്ററിൻ്റെ അകത്ത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി ആ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ കയറ്റി വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ലൂസായി കഴിഞ്ഞാൽ വണ്ടി ഓടുന്ന വഴിക്ക് ഇത് ഊരിപ്പോകാൻ ചാൻസ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് മുറുക്കി വെക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ എയർ അതിൻ്റെ അകത്തോട്ട് ഫിൽറ്ററായി കയറത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഊരിപ്പോയി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ അകത്തോട്ട് പൊടിയൊക്കെ കയറുന്നതാണ്. അപ്പോൾ ഇതേപോലൊരു കവറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നത്. അപ്പം ഇത് ഞാൻ അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. ഫിൽറ്റർ നല്ലതായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കവറിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. എന്നാലും പൊടി കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിൽറ്റർ ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ ഫിൽറ്ററിൻ്റെ അറ്റവും ഇതേപോലെ ഒന്ന് വലിച്ച് പുറത്തേക്കാക്കി വെക്കാം. അങ്ങനെ നമ്മുടെ ഫിൽറ്റർ പക്കായിട്ട് തന്നെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കവർ, സൈഡ് കവർ ഇട്ടൊന്ന് അടച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഫ്രണ്ട്സ്, ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നല്ല വീഡിയോസുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ സൈനിങ് ഔട്ട്.